നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ട് അൽ നസറിലേക്ക് പോയപ്പോൾ ഉണ്ടായ ഇമ്പാക്റ്റ്, ലിയോ മെസ്സി പി എസ് ജി വിട്ട് ഇന്റർ മയാമിയിലേക്ക് പോയപ്പോൾ ഉണ്ടായ ഇമ്പാക്റ്റ്, ഇതൊക്കെ നമ്മൾ കുറേ ചർച്ച ചെയ്തിട്ടില്ല. അതുപോലെ നമ്മൾ ഒരാളുടെ ഇമ്പാക്റ്റ് കൂടി നോക്കണം. ആൻ്റണിയുടെ ഇമ്പാക്റ്റ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ട് അദ്ദേഹം റയൽ ബെറ്റീസിലേക്ക് എത്തിയിട്ട് അവിടെ മികച്ച പ്രകടനമാണ് നടത്തുന്നത്. അദ്ദേഹം നല്ല ഉഷാറായിട്ട് കളിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ താരത്തിൻ്റെ വരവ് റയൽ ബെറ്റിസിന് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് എന്താണെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അതൊരു വല്ലാത്ത ഇമ്പാക്റ്റ് ആണെന്നേ. ആൻ്റണി എന്ന് പറയുന്ന താരം ആ ടീമിനെ ഇപ്പോൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് യൂറോപ്യൻ സ്പോട്ടിലാണ്. അതായത് ഒന്നുകിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിലേക്ക് അവർ യോഗ്യത നേടാനുള്ള സാധ്യത, അല്ലെങ്കിൽ യൂറോപ്പ ലീഗെങ്കിലും അവർ പിടിക്കുമെന്ന രൂപത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻ്റണി വരുന്നതിന് മുമ്പ് ബോട്ടം ഹാഫിലാണ്, ലാലിഗയുടെ ബോട്ടം ഹാഫിലാണ് അവരുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അവർ ലാലിഗയിൽ 6-ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു. ഇതാണ് ഇമ്പാക്റ്റ്. ഇങ്ങനെയാണ് ഒരു സൂപ്പർ പ്ലെയർ വന്നാൽ ഇമ്പാക്റ്റ് ഉണ്ടാവേണ്ടത്. ആൻ്റണിയുടെ വരവിന് മുമ്പുള്ള കാര്യവും ശേഷമുള്ള കാര്യവും നോക്കുക. ഇപ്പം ജനുവരിയുടെ അവസാനം, അതായത് ആൻ്റണി ജനുവരിയുടെ അവസാനമാണ് അങ്ങോട്ടേക്ക് റയൽ ബെറ്റീസിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ആ സമയത്ത് അവരുണ്ടായിരുന്നത് ബോട്ടം ഹാഫിലാണ്, ലാലിഗ ടേബിളിൻ്റെ 11ാമത്തെ സ്ഥാനത്ത്. ഒരു മാസത്തെ മത്സരങ്ങൾ കഴിയുമ്പോൾ ഇപ്പോൾ റയൽ ബെറ്റീസ് ഉള്ളത് യൂറോപ്യൻ കോമ്പറ്റീഷൻ പ്ലേസിലാണ്, 6-ാം സ്ഥാനത്താണ് അവർ നിൽക്കുന്നത്. കൃത്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ FC ബാഴ്സലോണയാണ് ഇപ്പോൾ ലാലിഗയിൽ 1ാമത്, 26 കളികൾ 57 പോയിൻറ്റ്. റയൽ മാഡ്രിഡാണ് 27 കളികൾ കളിച്ചിട്ട് 57 പോയിൻറ്റുമായിട്ട് 2ാമത്. അത്ലറ്റിക്കോ മാഡ്രിഡ് 56 പോയിൻറ്റുമായിട്ട് 3ാമത്. അത്ലറ്റിക് ക്ലബ് ബിൽബാവോ 49 പോയിൻറ്റുമായിട്ട് 4ാമത്. വിയാറയൽ 26 കളി 44 പോയിൻറ്റുമായിട്ട് 5ാമത്. 27 കളി 41 പോയിൻറ്റുമായിട്ട് റയൽ ബെറ്റീസ് 6ാമത്. ബെറ്റീസിന് താഴെയുള്ള മയോർക്കയ്ക്ക് 27 കളി 37 പോയിൻറ്റേ ഉള്ളൂ. സുരക്ഷിതമായിട്ട് അവർ 6ാം സ്ഥാനത്ത് നിൽക്കുകയാണ് എന്നർത്ഥം. സോ അവരിപ്പോൾ 6ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നിലവിൽ യൂറോപ്പ കോൺഫറൻസ് ലീഗ് ക്വാളിഫയേഴ്സിലേക്ക് കടക്കാവുന്ന രൂപത്തിലാണ് അവരുള്ളത്. അതിന് മുന്നോട്ട് ഒരു സ്ഥാനം കൂടി അവർ കടക്കാൻ കഴിഞ്ഞാൽ യൂറോപ്പ ലീഗിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലേക്ക് അവർക്ക് എത്താൻ പറ്റും. ഇതാണ് ഇമ്പാക്റ്റ്. ആൻ്റണി എന്ന് പറയുന്ന താരം വരുമ്പോൾ ഉള്ള ഇമ്പാക്റ്റ് ഇതാണ്. ഇനി എന്തൊക്കെ നമ്മൾ ലാലിഗയിൽ കാണാൻ കിടക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.